ക്രിസ്തുമസ് ആഘോഷിച്ചാൽ 5 വർഷം വരെ തടവ് ലഭിക്കുന്ന അനേക സ്ഥലങ്ങളുണ്ട്. ചില രാജ്യങ്ങളിൽ ജീവപര്യന്തം മുഴുവൻ തടവ് അനുഭവിക്കേണ്ടുന്ന രാജ്യങ്ങളുമുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന മതങ്ങളിലൊന്നാണ് ക്രിസ്തുമതം. ക്രിസ്തുമസ് ആഘോഷിച്ചാൽ അനേക വർഷം തടവ് ഏറ്റുവാങ്ങേണ്ട രാജ്യങ്ങളിലൊന്നാണ് താജിക്കിസ്ഥാൻ. താജിക്കിസ്ഥാൻ എന്ന് പറയുന്നത് മധ്യേഷ്യയിലെ ഒരു രാജ്യമാണ്. കിർഗിസ്ഥാന്റെയും ഉസ്ബെക്കിസ്ഥാന്റെയും ചൈനയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഇടയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ രാജ്യം ഒരു പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. 1991 സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഈ രാജ്യത്ത് ക്രിസ്ത്യാനിറ്റി വളരെയധികം കുറഞ്ഞ ഒരു രാജ്യമാണ്. ഇസ്ലാമാണ് അവരുടെ ദേശീയ മതം. ഷിയ സുന്നി വിഭാഗങ്ങൾ ആയി കിടക്കുന്ന ഇസ്ലാം മതം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് താജിക്കിസ്ഥാനിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. താജിക്കുകളുടെ നാട് എന്നർത്ഥമാക്കുന്ന ഈ രാജ്യത്തിന്റെ തലസ്ഥാനം ദുഷാൻബെയിലാണ്. ദുഷാൻബെയില് വളരെ ചുരുങ്ങിയ ക്രിസ്തുമത വിഭാഗക്കാരുണ്ട്. ഇവരുടെ രാജ്യത്ത് ഭൂരിഭാഗം ജനങ്ങളും ഉസ്ബെക് വംശജരും റഷ്യൻ വംശജരുമാണെങ്കിൽ തന്നെയും താജിക് ഭാഷ ഔദ്യോഗികമാണ്. എന്നിരുന്നാൽ തന്നെയും റഷ്യൻ ഭാഷ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ക്രിസ്തുമസ് ആഘോഷിക്കുവാനോ ക്രിസ്തുമസ് വിളക്കുകൾ ഉണ്ടാക്കുവാനോ ക്രിസ്തുമസ് ട്രീ ഉണ്ടാക്കുവാനോ ക്രിസ്തുമസിന് നക്ഷത്രങ്ങൾ തൂക്കുവാനോ ക്രിസ്തുമസ് സമ്മാനങ്ങൾ നൽകുവാനോ ഒന്നും സാധിക്കുകയില്ല. ക്രിസ്ത്യാനികൾ ഇവിടെ വളരെ രഹസ്യമായിട്ടാണ് അവരുടെ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത്. കുരിശ് എന്ന് പറയുന്ന ചിഹ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വളരെയധികം പീഡനങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന ഈ സ്ഥലത്ത് കുരിശെന്ന് പറയുന്ന ചിഹ്നം വളരെ നിരോധിച്ചിരിക്കുന്ന ഒരു ചിഹ്നമാണ്. ക്രിസ്ത്യാനികൾക്ക് പരസ്യമായ ആരാധന നടത്തുവാനോ പരസ്യമായ ക്രിസ്തുമത പ്രവർത്തനങ്ങൾ നടത്തുവാനോ ശക്തമായി എതിർപ്പുള്ള ഒരു രാജ്യമാണ് താജിക്കിസ്ഥാൻ. 2009 താജിക്കിസ്ഥാനിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വളരെയധികം പീഡനങ്ങൾ അഴിച്ചുവിടുന്ന ഒരു നിയമമാണ് രാജ്യത്ത് വന്നിരിക്കുന്നത്. 2000 തന്നെ 2000 ആണ്ടിൽ ക്രിസ്ത്യാനികൾ വളരെയധികം പീഡനങ്ങളുടെ നടുവിലൂടെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്നും ക്രിസ്ത്യാനികൾക്ക് എതിരെ നടക്കുന്ന പീഡനങ്ങൾ പുറം ലോകം അറിയപ്പെടുന്നില്ല. ഏകദേശം 2600ഓളം ക്രിസ്ത്യാനികൾ ഈ രാജ്യത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവരിൽ പലരും ഇസ്ലാം മതക്കാരായിട്ട് പുറമെ ഇസ്ലാം മതക്കാരായിട്ടും അകമേ ക്രിസ്ത്യാനികളായിട്ടും ജീവിക്കുന്നവരാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരെയും ഇവിടെ പീഡനങ്ങൾ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയത്തക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തുമതം വളരെയധികം നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണ് താജിക്കിസ്ഥാനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലയളവിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ വളരെയധികം പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനികൾ അവിടെ നിലനിൽക്കുന്നത്. ക്രിസ്തുമതം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ രാജ്യം പോവുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ടെററിസ്റ്റ് വിഭാഗക്കാർ തന്നെ ക്രിസ്ത്യാനികളെ വളരെയധികം പീഡിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുമതത്തിലേക്ക് വളരെയധികം ആളുകൾ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും നിലവിൽ അവിടുത്തെ നിയമങ്ങൾ അത് അനുവദിക്കുന്നില്ല. ഈ കഴിഞ്ഞ നാളുകളിൽ താജിക്കിസ്ഥാൻ ദേശക്കാരനായ 1-2 വ്യക്തികൾ വൈദികരായിട്ടും കന്യാസ്ത്രീകളായിട്ടും കടന്നു വന്നുള്ളത് ഏറെ ആശ്വാസപ്രദവും എടുത്തു പറയത്തക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകമായിട്ട് താജിക്കിസ്ഥാനെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ്സ് മനസ്സിലാക്കുവാൻ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.